ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ബോട്ടം കട്ട് ചെയ്യണത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോട്ടം കട്ട് ചെയ്തപ്പോൾ കുറേ പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രോച്ചിൻ്റെ അളവ് എടുക്കണത് എങ്ങനെയാണ്, അതായത് ബോട്ടം നടുഭാഗം കയറി പോണത് അതെന്തുകൊണ്ടാണ്, അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ടും വന്ന് ചോദിച്ചു. നമ്മുടെ കമൻറ്റ് ബോക്സിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കരുതി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ആ കാൽക്കുലേഷൻ ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബോട്ടത്തിൻ്റെ ഒരു പിക്ക് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബോട്ടം അളവെടുക്കുക, ബോഡിയിൽ നിന്ന് അളവെടുക്കുക, അല്ലെങ്കിൽ ബോട്ടത്തിൽ നിന്നാണെങ്കിലും അളവെടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശ രൂപം ഞാനിവിടെ വരക്കാം. ഒരു ബോട്ടം എലൈൻ ബോട്ടമാണ് കേട്ടോ, നമ്മൾ ഇന്നലെ തയ്ച്ചില്ലേ ആ ഒരു മോഡലിലുള്ളൊരു ബോട്ടമാണ് ഞാൻ ചെയ്യണത്. ഒരുപാട് വരക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു രൂപം വരച്ച് കാണിച്ചു തരാമെന്ന് മാത്രം. വരക്കണേലല്ലോ കാര്യം, ഇതിൻ്റെ അളവിലും കാൽക്കുലേഷനിലും അല്ലേ കാര്യങ്ങൾ ഇരിക്കണത്. അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. എലാസ്റ്റിക് ഇടണതല്ല, വള്ളി ഇടുന്ന മോഡലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗമാണ് അരവണ്ണം ഏതാണ്, ഹിപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വള്ളി കെട്ടണ ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് അരവണ്ണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫ്രണ്ട് സൈഡ്, അതിനെയാണ് നമ്മൾ ക്രോച്ച് എന്ന് പറയണത്. മനസ്സിലായോ? ഇനി അടുത്തത് ഇതാണ് ബെല്ല് കേട്ടോ. താഴ്ഭാഗത്ത് വരണതിനെയാണ് ബെല്ല് എന്ന് പറയണത്. ഇത് ഫുള്ളായിട്ട് വരണ ലെങ്ത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അരവണ്ണം, ക്രോച്ച്, ബെല്ല്, ലെങ്ത്ത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അളവ് വേണം. പിന്നെ ഹിപ്പ് റൗണ്ടും കൂടെ നമുക്ക് അളവെടുക്കുമ്പോൾ വേണം കേട്ടോ. ഹിപ്പ് റൗണ്ട് അറിയാമല്ലോ ഏത് ഭാഗമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെങ്ത്ത് നമുക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു ആവറേജ് കണക്ക് പറയാം. 38 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് എന്ന് വിചാരിക്കാം. ഈ 38 ഇഞ്ച് എന്ന് പറയുമ്പോൾ താഴ്ഭാഗം മടക്കാനായിട്ട് നമുക്കൊരു 2 ഇഞ്ച് കൊടുക്കണം. മോൾ ഭാഗത്ത് എലാസ്റ്റിക് കൊടുക്കാനായിട്ട് നമുക്കൊരു 2.5 ഇഞ്ച്. അത് എലാസ്റ്റിക്കിൻ്റെ വീതി വെച്ച് ഇരിക്കും കേട്ടോ. തീരെ വീതി കുറഞ്ഞത് ഇടരുത്. ഞാനിപ്പോൾ ഒരു 2.5 ഇഞ്ചാണ് എലാസ്റ്റിക്കിന് സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുണിയുടെ ലെങ്ത്ത്. നമ്മൾ വെട്ടാനായിട്ട് എടുക്കുമ്പോൾ തുണിയുടെ ലെങ്ത്ത് ഈ ഒരു അളവാണ് 42.5. 38 + 2 + 2.5 42.5 ഇഞ്ച് നമുക്ക് തുണിയുടെ ലെങ്ത്ത് വേണം. ഇനി നമ്മൾ അരവണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? ഈ അരവണ്ണം പലരുടെയും അളവുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതായത് പലരുടെയും കാൽക്കുലേഷൻ രീതി വ്യത്യാസം ഉണ്ടാവും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അരവണ്ണം എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 40 നമ്മുടെ അരവണ്ണം എന്ന് വിചാരിക്കുക. 40 അങ്ങനെ സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. ഞാനൊരു ഏകദേശം ഒരു രൂപം വെച്ചു എന്നേ ഉള്ളൂ. 40 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യുക. അരവണ്ണത്തിൻ്റെ കൂടെയാണ് കേട്ടോ, ഹിപ്പ് റൗണ്ടിൻ്റെ കൂടെ അല്ല. അരവണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യാം. അപ്പോൾ 40 നമുക്ക് കിട്ടിയേക്കണമെങ്കിൽ നമ്മൾ 10 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 ഇഞ്ച് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഒന്നും നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. അരവണ്ണം + 10 എത്രയാണോ കിട്ടുന്നത് അത്രയും 50 ഇഞ്ച്. ഈ 50 നമുക്ക് അരവണ്ണമായിട്ട് വേണ്ടത്. അപ്പോൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 50ൻ്റെ 4 കാണുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 12.5 കിട്ടും. അതിപ്പോൾ തുണി മടക്കിയിട്ടിട്ട് 4 മടക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ തുണി കട്ട് ചെയ്യണത്. ഞാൻ ഒരു രൂപം വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു 4 മടക്കി നീളത്തിൽ മടക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ ബോട്ടം വെട്ടണത്. അപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, മടക്ക് ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നമ്മുടെ 12.5 മാർക്ക് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് കണക്കാണുന്ന രീതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് താഴ്ഭാഗത്തെ ബെല്ലാണ്. ക്രോച്ച് നമുക്കിതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ അളവിൽ ഞാൻ വരച്ചതാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ക്രോച്ചിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. കണ്ടോ, ഇങ്ങനെയാണല്ലോ ബോട്ടം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ക്രോച്ചാണ്. ക്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും പിന്നെ അവിടെ നിന്നുള്ള വീതി ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരേ അളവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഹിപ്പ് റൗണ്ടാണ്. ഹിപ്പ് റൗണ്ട് നമുക്ക് എത്രയാണ്, അതായത് നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് ബൾജ് ചെയ്തിരിക്കണം, ഏറ്റവും ബൾജിങ് ആയിട്ടുള്ള ഭാഗത്തുള്ള അളവാണ് നമുക്ക് ഹിപ്പ് റൗണ്ട് എടുക്കേണ്ടത്. ഈ ഹിപ്പ് റൗണ്ട് എത്രയാണെന്ന് വെക്കാം. അപ്പോൾ അരവണ്ണം 40 ഒരാൾക്ക് ഏകദേശം ഒരു 10 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമുക്ക് 50 ഇഞ്ച് ഹിപ്പ് റൗണ്ട് കൊടുക്കാം. ഹിപ്പ് റൗണ്ട് 50 ഇത്തിരി വണ്ണമുള്ളവർക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനൊരു ഏകദേശം കണക്കിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഹിപ്പ് റൗണ്ടിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ക്രോച്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.5 കിട്ടും.
കണ്ടോ ഹിപ്പ് റൗണ്ടിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 12.5 കിട്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് ക്രോച്ചിൽ ലൂസ് കൊടുക്കണമല്ലോ, 5 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുക്കണം. കറക്റ്റ് നിൽക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ടല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത്. ക്രോച്ചിൻ്റെ വീതിയും അതേ അളവ് തന്നെയാണ്, ഈ 12.5 തന്നെയാണ് നമ്മുടെ ക്രോച്ചിൻ്റെ വീതിയും ക്രോച്ചിൻ്റെ ലെങ്ത്ത്. പിന്നെ എലാസ്റ്റിക് ഇടാനായിട്ട് സ്പേസ് വേറെ കൊടുക്കണം കേട്ടോ, അതിനുള്ള സ്പേസ് വേറെ തന്നെ കാണണം. അത് നിങ്ങൾ വരക്കുമ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ക്രോച്ചും ബെല്ലും എല്ലാം മനസ്സിലായില്ലേ? ബെല്ല് പിന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കും, അത് തന്നെയാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്ങനെയാണ് നമ്മളിത് ലെങ്ത്ത് എടുക്കണതും പിന്നെ ക്രോച്ച് എടുക്കണത്, ഹിപ്പ് റൗണ്ട് എടുക്കണത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ഇന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടൊരു ബോട്ടം വെട്ടാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ, ലെങ്ത്ത്, അരവണ്ണം, ഹിപ്പ് റൗണ്ട്, ബെല്ല്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെയൊക്കെ ബോട്ടം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കാൽക്കുലേഷനൊക്കെ ഒന്നൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, നിങ്ങളുടെ അളവായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരു തുണി എടുത്തിട്ട് നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ റെഡിയാക്കി എടുക്കുക കേട്ടോ. വെട്ടിയെടുക്കുക. ഓക്കെ, ഒന്നില്ലേ പഴയ തുണി എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക, അതല്ലെങ്കിൽ നൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അളവെടുത്തിട്ട് നിങ്ങൾ ഈ കാൽക്കുലേഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ വെട്ടണ ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു പേപ്പറിൽ ഞാൻ വെട്ടണം എങ്ങനെയാണ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ ഒരു തുണിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലത്തെ 2 പീസ് വേണം കേട്ടോ, ഫ്രണ്ടും ബാക്കും വേണമല്ലോ. അപ്പോൾ ഈ അളവ് നമുക്കൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതുപോലത്തെ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, നമുക്ക് നീളത്തിലായിരിക്കുമല്ലോ തുണി ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നീളത്തിൽ 2ആയിട്ടൊന്ന് മടക്കുക. അതുപോലെ 2 പീസ് വേണേ, 2 കാല് വേണമല്ലോ, ഒരു കാലമായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി ഇതിൽ അളവുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അരവണ്ണം ഇവിടെയാണ് ഏറ്റവും മുകളിൽ മടക്ക് ഭാഗത്തു നിന്നാണ് കേട്ടോ അരവണ്ണം മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ അളവെന്ന് വെച്ചേക്കുന്നത് 12.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്താൽ മതി, 12.5 ഇഞ്ച്. വേറെ തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ക്രോച്ചിലേക്ക് വരച്ചു കൊടുക്കേണ്ടത്, ക്രോച്ച് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ക്രോച്ചിൻ്റെ വീതിയും ക്രോച്ചിൻ്റെ ലെങ്ത്തും ഒരേ അളവായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ എലാസ്റ്റിക് ഇടാനുള്ള സ്പേസ് നമ്മൾ ആദ്യം വിട്ടു കൊടുക്കണം, എലാസ്റ്റിക് ഇടാനുള്ള സ്പേസ്. ഇനി അവിടെ നിന്നാണ് നമ്മുടെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ അളന്ന് താഴേക്ക് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചാണ് സ്പേസ് കൊടുക്കുന്നത്. തീരെ വീതി കുറഞ്ഞ എലാസ്റ്റിക് ഇടരുത് കേട്ടോ, പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഈ ഒരു ക്രോച്ചിലേക്ക് നമുക്ക് നേരെ വരച്ചു കൊടുക്കുക, കൈക്കുഴിയൊക്കെ വരക്കൂലേ അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനൊന്ന് നമ്മൾ കഴുത്തൊക്കെ മാർക്ക് ചെയ്യണ പോലെ അല്ലെ കൈക്കുഴി മാർക്ക് ചെയ്യണ പോലെ ഇങ്ങനെ ഒന്ന് കേവ് ചെയ്ത് വരച്ചെടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്രോച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ക്രോച്ചിൻ്റെ വീതി നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതായത് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 5, അതാണ് നമ്മുടെ ക്രോച്ചിൻ്റെ വീതി, അതിൻ്റെ ലെങ്ത്തും. ഇനി താഴത്തെ ബെല്ല് നമ്മൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചതിന് ശേഷം ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒന്ന് പതുക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കാലൊന്നും ഒരുപാട് ലൂസിലൊന്നും ആരും വെയർ ചെയ്യണില്ലല്ലോ, കുറച്ചൊന്ന് ടൈറ്റ് ആയ രീതിയിൽ. ഒരുപാട് ലൂസിലൊന്നും ഇടുന്ന ആൾക്കാരില്ല ഇപ്പോൾ. പലാസോ ഒക്കെ ഇടും. അപ്പോൾ തയ്യൽ തുമ്പ് ഇടണം കേട്ടോ, 1.5 ഇഞ്ച് താഴ്ഭാഗത്ത്. എന്നിട്ട് വേണം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. താങ്ക്